ഹലോ, നമ്മളിന്ന് വീണ്ടും കുറച്ച് ഡ്രസ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ആമസോണിന്നാണ് മേടിച്ചിട്ടുള്ളത്. ആമസോണിൽ ഈ ഒരു ഏപ്രിൽ 6 വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ്സിലായിട്ടുള്ള ട്രാവൽ എഡിറ്റ് ലൈവ് ആണ് കേട്ടോ. അപ്പോൾ 50% മിനിമം ഓഫ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ചുരിദാർ, കൂടുതൽ ഞാനിപ്പോൾ ചുരിദാറിനെ മേടിക്കാറില്ല കേട്ടോ. ഒരു കുർത്തയും ബാക്കി വരുന്ന ഒരു 3-4 ചുരിദാറുകളുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു കളറുള്ള ഡ്രസ്സ് എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിന് ഇടാൻ പറ്റുന്ന ഒരു ചുരിദാർ എന്ന് പറയും. ഇത് ലിബാസിൻ്റെ ആണ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് 1800 സംതിങ് ആണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ, ചില ഡ്രസ്സ് ഇട്ട് നമ്മൾ പറയും നല്ല ഭംഗിയുണ്ടെന്ന്. പക്ഷെ എനിക്കിത് ഇട്ട സമയത്ത് ഒരു മുഖത്തിനൊരു ഐശ്വര്യമാണ് തോന്നുന്നത് കേട്ടോ. കാരണം ആ ഒരു കളറും നമ്മളുടെ ഈ ഒരു സെറ്റിൻ്റെ ഒക്കെ ഒരു ഇല്ലേ, ഓഫ് വൈറ്റ് കളറില്ലേ, നമ്മളെ സെറ്റും ഉണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരിയിലൊക്കെ വരുന്ന ആ ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ തുണിക്കൊരു വൃത്തിട്ട മണമുണ്ട് കേട്ടോ. അത് വെച്ച് അടിപൊളിയാണ്. അത് വാഷ് ചെയ്തിട്ടില്ല, പുതിയതാണ്. തെറ്റാതുണ്ടോ, ഇതൊരു പ്രിന്റ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷേപ്പ് ചെയ്തിട്ടൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സെയിൽ കഴിയുന്നതിന് മുന്നേ വീഡിയോ എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ അതിന് മുന്നേ കാണിച്ചാണ്. അപ്പോൾ എനിക്കിതിന് ഷേപ്പ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ചുരിദാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു ഈ ഒരു യോക്ക് പോർഷനിൽ എന്താ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. കഴുത്ത് ഇതേപോലെ അത്യാവശ്യം വൈഡായിട്ടുള്ള കഴുത്ത് തന്നെയാണ്. പക്ഷേ ബാക്ക് കഴുത്ത് അത്ര വൈഡല്ല, ഇത്രേ വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഈ ഒരു ഡോട്ടിൽ ഡിസൈൻ കണ്ടോ, ഫ്ലവർ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും ഇതാ ഒരു പൈപ്പിംഗ്, ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുക്കില്ല, പൈപ്പിംഗ് അല്ല, ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നമ്മുടെ ബാക്കിലില്ല, ഫ്രണ്ട് സൈഡിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ വരുന്നത്. നല്ല ഭംഗി, ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഡ്രസ്സാണ്. അപ്പം വിഷുവിനും ഓണം അങ്ങനത്തെ ഫെസ്റ്റിവൽ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് കേട്ടോ. നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലാണ്ട് തന്നെ ഫംഗ്ഷനും യൂസ് ചെയ്യാം കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് ഇത് ഇട്ടിട്ട് കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിൽ കട്ടി കുറവായതുകൊണ്ട് തന്നെ ലൈനിങ് വരുന്നുണ്ട്. പൊതുവേ എൻ്റെ ചുരിദാറുകളൊക്കെ മേടിക്കുന്ന സമയത്ത് ഒന്നിനും തന്നെ ലൈനിങ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് എന്തായാലും ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ് ഇല്ലേ നമുക്ക് ഇടാൻ പ്രയാസമാവും കേട്ടോ. അപ്പോൾ ഇതാ ലൈനിങ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യമല്ല, നല്ല ക്വാളിറ്റി, കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഒരു ചുരിദാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാൻറ് വരുന്നത്, ഈ ടോപ്പ് എനിക്ക് ചെറുതായിട്ട് ഒന്ന് കുഞ്ഞതായിട്ട് ഷേപ്പ് ആക്കാനേ ഉള്ളൂ. പക്ഷെ പാൻറ് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അതുകൊണ്ട് അടി ഒന്ന് വെട്ടേണ്ടി വരും, ഇത്ര ഒന്ന് വെട്ടേണ്ടി വരും. എത്ര കേക്ക് ഇട്ടിട്ടും കുറച്ച് എനിക്ക് വലിപ്പമുള്ളത് കൊണ്ട് ഈ ഒരു ആദ്യത്തെ ഡിസൈൻ്റെ ഒരു പകുതി വെച്ച് കട്ട് ചെയ്ത് ഓക്കെ ആവും. പാൻറ്റിലും നമുക്ക് ഫുള്ള് ലൈനിങ് ഇല്ല, ഇതിൻ്റെ ഒരു ഹാഫ് വരെ ലൈനിങ് വരുന്നുണ്ട്. ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ലിബാസിൻ്റെ ആണ്. പാൻറ് ഇതേപോലെ പലാസോ വലിയ പാൻറ്റാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഷോളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഈ ഒരു ഷോളാണ്. കാരണം ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഫുൾ ഔട്ട്ലൈൻ ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഷാള് ഫുള്ള് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഈ ഒരു ചടപട, ഭയങ്കര നമുക്ക് പാടുള്ള സൈസ്, മാനേജ് ചെയ്യാൻ പാടുള്ള സൈസുള്ള ഷോളല്ല. നമ്മുടെ സെറ്റൊക്കെ ഉണ്ടാവില്ല, ആ ഒരു മെറ്റീരിയൽ ഉണ്ട് തോന്നുന്നു. നമ്മൾ സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെറ്റിൻ്റെ ഐറ്റംസ് ഉണ്ടാവില്ല, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ആ ഒരു ക്ലോത്ത് പോലെ നല്ല കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. അതാ ഫുള്ള് ഈ ഒരു ഫ്ലവർ പ്രിൻ്റാണ് ഇതിൽ കൂടെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞ സമയത്ത് നല്ല രസമുണ്ട്. ഈ ഒരു ഷാള് ഏറ്റവും ഇഷ്ടം എനിക്ക് ഷോള്, അതിൻ്റെ ടോപ്പ്, പിന്നെ പാൻറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തൊരു ഡ്രസ്സ് വന്നിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ, നമ്മുടെ ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ചുരിദാറാണ്. ഇത് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെ ടോപ്പ് എടുപ്പ് ചെയ്തപ്പോൾ നോക്കുന്നത്, ആ ടോപ്പും പാൻറ്റും ഷാളുണ്ട്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, 2000 സംതിങ് വരുന്നുണ്ട്. അതിലുള്ള മെറ്റീരിയൽ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ആ ഒരു റേറ്റിനില്ലാത്തത് കൊണ്ട് റിട്ടേൺ അടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഇട്ടിട്ട് എനിക്ക് നന്നായിട്ട് ചേരുന്നത് പോലെയും തോന്നി. അതേപോലെ തന്നെ ഭയങ്കര കംഫർട്ട്, നമ്മൾ ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഈ ഒരു ഡ്രസ്സിൽ എനിക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യേണ്ട തീരുമാനിച്ചു. അങ്ങനെ കുറേ ഡൗട്ട് അടിച്ചിരുന്ന ഡ്രസ്സാണ്. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതും വന്നിട്ട് ലിബാസിൻ്റെ ആണ്. ഇപ്പം ഞാൻ കൂടുതലും ഇന്ന ബ്രാൻഡ് നോക്കി എടുത്തതെന്ന് വെച്ചാൽ അല്ലാണ്ടില്ല കേട്ടോ, വേറെ സംഭവങ്ങളുണ്ട്. ഇതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നല്ല ലിബാസിൻ്റെ ഡ്രസ്സുകൾ നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും കേട്ടോ. അപ്പം ഇതിൻ്റെ ഒന്നുമില്ല, ഈ ഒരു പ്രിൻ്റ് പോലെ ഫുള്ള് പോകുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫെയ്ഡ് ആവാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷനിൽ മാത്രമാണ് ഇവിടെ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങോട്ട് മാറി നിൽക്കൂ, എന്താ ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രമാണ്
ഇവിടെ നമുക്ക് ഈ ഒരു ഡിസൈൻ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, വേറൊരു ക്ലോത്ത് ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പക്ഷെ ഇതേപോലെ തന്നെ കംഫർട്ട് നോക്കിയിട്ടാണെങ്കിൽ നല്ല ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ അടിയിലായിട്ടും നെക്കിൽ കണ്ടില്ലേ അതേപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതും എനിക്ക് അധികം ഒന്നുമില്ല. ഇതിൻ്റെ അതേപോലെ തന്നെ കഴുത്തുണ്ടല്ലോ, അത്യാവശ്യം ഫ്രണ്ട് നല്ല ഇത് വരുന്നുണ്ട്, ഇറക്കം വരുന്നുണ്ട്. ബാക്കിൽ കുറവാണ്, പക്ഷെ ഫ്രണ്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതാണെന്നും അറിയില്ല, ഫ്രണ്ടുകൾക്കും ഇറക്കം വന്നപ്പോൾ എനിക്കത് ഇട്ടപ്പം എനിക്ക് നന്നായിട്ട് ചേരുന്ന പോലെ തോന്നിയുകൊണ്ട് ഇതെന്തായാലും ഞാൻ കയ്യിൽ വെക്കാൻ തീരുമാനിച്ചു. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. അതേപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിലൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഒരു പ്യുവർ കോട്ടൺ ആണ്, കോട്ടൺ എന്ന് പറയുന്നുണ്ട്, പക്ഷെ പോളിസ്റ്റർ മിക്സ് ഒന്നും അല്ല കേട്ടോ. ഇത് എന്താ പറയുക, കോട്ടൺ ആണ്, പക്ഷെ എന്തോ മിക്സ് ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഇടാനായിട്ട് നല്ല സുഖമുണ്ട്, നല്ല ഡ്രസ്സാണ്. അപ്പം ഇതാണ് സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഷോളാണെങ്കിലും ലെങ്ത്തൊക്കെ നമുക്ക് ഈ ഒരു മുട്ടിൻ്റെ താഴെ വരുന്ന ആ ഇറക്കും. കൈ ആണെങ്കിൽ ഇത്ര വരും, നമ്മൾ 3/4 സ്ലീവ് എന്ന് പറയില്ലേ, മുക്കാ കൈ, ഇത്രയാണ് ഇതിൻ്റെയൊക്കെ സ്ലീവ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് പലാസോ നമ്മളെ സ്ട്രെയിറ്റ് പാൻറ് ഇല്ലേ, ഇതേപോലത്തെ സ്ട്രെയിൻ, കുറച്ചൊരു ഗ്ലോസി ഫിനിഷിൽ. ഇത് കോട്ടൺ അല്ല കേട്ടോ. ഈ പാൻറ്റിൻ്റെ തുണി വന്നിട്ട് ഇതെന്താ സിൽക്കൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഗ്ലൈസിങ് വരുന്ന ക്ലോത്ത് ഇല്ലേ, ആ ഒരു ക്ലോത്താണ്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ഫ്രണ്ടിൽ പാൻറ് ഇങ്ങനെ ബാക്കിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലത്തെ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചുട്ടിക്കൂട്ടിയാൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഷോളില്ലേ, അതേപോലെ തന്നെ ഇട്ട അവിടെ ഇരിക്കുന്ന അങ്ങനെ കോട്ടൺ പോലെ ഇരിക്കില്ല, പക്ഷേ ഈ പടപടാൻ നിൽക്കാണ്ട് നമുക്കിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഷോളില്ലേ, അതേപോലത്തെ ഷോളാണ്. ആ ഒരു ടോപ്പിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ ഒരു ക്ലോത്ത് ഇല്ല, അത് ഫുൾ ഔട്ട്ലൈൻ ആയിട്ട് ഇതിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കില്ല, പക്ഷേ ഇട്ടിട്ടും അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ചേരുന്നതും ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഞാനത് തിരിച്ചയക്കുന്നില്ല. പക്ഷേ 2400 ഇത്തിരി ഓവർ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഓഫറുള്ള സമയത്ത് നോക്കി മേടിക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പം നമുക്ക് ഡിസ്കൗണ്ടിന് വില കുറഞ്ഞ സാധനം കിട്ടും. അടുത്തത് ഒരു കുർത്തയാണ് കേട്ടോ. ഇത് യെല്ലോ കളറിലുള്ളത്. യെല്ലോ കളറിൽ എനിക്ക് മുൻപ് എപ്പോഴും ഉണ്ടായിട്ട് കേട്ടോ. അതായത് ഒന്ന് ഇപ്പോൾ വീട്ടിലിടുന്നുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഞാൻ വീട്ടിലാക്കിയിട്ടുണ്ട്. യെല്ലോ എനിക്ക് ആരോ ചേരുന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും എൻ്റെ അടുത്ത് യെല്ലോ കുർത്തി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇത് വന്നപ്പോൾ അമ്മൂച്ചി നിങ്ങൾക്ക് ഇല്ലേന്ന്, അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിലാക്കിയത് കൊണ്ട് ഇതെന്തായാലും മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എനിക്ക് കാര്യപ്പെട്ട ഒരു ആൾട്രേഷൻ ചെയ്യാനില്ല, കാരണം കറക്റ്റ് ഫിറ്റാണ്. ഞാനൊക്കെ എടുക്കുന്നത് എൻ്റെ സൈസ് ലാർജ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ആണെങ്കിലും കയ്യിൽ ഇതേപോലത്തെ വൈറ്റ് ലേസ് വർക്ക് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ പോയിട്ടുണ്ട്. അതേപോലെ കയ്യിന് ഇറക്കാണെങ്കിലും ഇതുണ്ടോ, ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സുകളുടെയൊക്കെ കഴുത്ത് ഇത്രേ വെക്കുക. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കാൻ ഇഷ്ടമല്ല, കാരണം ഇതാകുമ്പോൾ ആ ഒരു ടൈറ്റിൽ അടിച്ചു വെക്കാം. നമ്മൾ ഇങ്ങോട്ടാകുമ്പോൾ അധികം ടൈറ്റാക്കി പിന്നെ കൈ മടക്കാനും ഇതും പറ്റില്ല. അതുകൊണ്ട് മിക്കവാറും ഈ ഒരു മുട്ടിൻ്റെ കൈമുട്ടിൻ്റെ മേലേക്ക് ആയിരിക്കും എൻ്റെ കൈ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്, ആ ഒരു കറക്റ്റ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് മുറിക്കാനൊന്നുമില്ല, കൈ മാത്രം ഒന്ന് ചെറുതായിട്ടൊരു 1 ഇഞ്ച് കഷ്ടി ഒന്ന് എന്താ പറയുക ഷേപ്പ് ചെയ്യാനുണ്ട്, അതേ ഉള്ളൂ. ഇതിൽ ഇതേപോലത്തെ നെക്കിലും ഈ ഒരു ഡിസൈൻ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെയും ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കീ ഹോൾ ഡിസൈൻ ആയിട്ടാണ് നെക്ക് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ നെക്ക് കാണാനായിട്ട്. നമ്മളുടെ ആദ്യം പറയുന്നില്ലെങ്കിൽ ഈ ഒരു കഴുത്തിന് എന്തോ പേര് പറയും, മറന്നുപോയി. ഒരിടയ്ക്ക് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ വരുന്ന നെക്കിന് എന്തോ ഒരു പേരുണ്ടല്ലോ, മറന്നുപോയിട്ട്. ആ ഒരു മോഡൽ നെക്കാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ലേസുമായിട്ട് പോകുന്നു. ഒരു യെല്ലോയിലും ഒരു ക്രീം കളറ്, വൈറ്റ് പ്രിൻ്റ് ഉള്ളത് കൊണ്ട് ഒരു ക്രീമായിട്ട് തോന്നുന്നു. അങ്ങനെ ഫുൾ പോയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് 429 രൂപയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ആ റേറ്റിന് ഇത് നല്ല കുർത്തിയാണ്, ഇടാനായിട്ടും നല്ല സുഖമുണ്ട്. കോട്ടൺ എനിക്ക് മറ്റേ റയോൺ ആ ഒരു മെറ്റീരിയലൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ടുള്ള നല്ല ഡ്രസ്സാണ്, നല്ലൊരു കുർത്തിയാണ്, കൊള്ളാം. ഇത് ലിബാസിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണ്. 699 ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് മറ്റേ കോട്ടൺ പോളിസ്റ്റർ മിക്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു തുണി വരുന്നത്. ഈ കളർ പോകാത്ത നമുക്ക് പൊതുവെ ഇങ്ങനത്തെ മെറ്റീരിയൽ മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രസ്സ് മേടിച്ചാൽ കുറേ 2-3 വർഷം കഴിഞ്ഞാലും ഇതേപോലെ കളർ നിൽക്കും. പക്ഷേ എങ്കിൽ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞോ ഏതാ ബ്രാൻഡ്, എന്താണ് ഗോസ്ട്രിക്കി ഫാഷൻ, അതിൻ്റെയാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അനി ഡിസൈനർ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 700 സംതിങ് ആണ്. ഇതിൽ കാണാൻ നമുക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ടോ, പക്ഷേ കാണുമ്പം ഭംഗിയൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു കളർ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ റിട്ടേൺ അടിക്കാൻ പോവാണ്, കാരണം നേരിട്ട് കാണുന്ന സമയത്ത് ഈ ഒരു കളറ് ഇങ്ങനെയൊക്കെ ഓക്കെ, പക്ഷെ എനിക്കെന്തോ ഒരു എന്താ പറയുക എനിക്ക് ചേരാത്ത പോലെ തോന്നുന്നു കേട്ടോ. അതേപോലെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആവായിരുന്നു എന്ന് തോന്നി ഈ ഒരു ഡ്രസ്സിൽ. ഇതൊരു കുറഞ്ഞ ഇങ്ങനെ കാണുമ്പോൾ നരപ്പനായിട്ട് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നരപ്പല്ല, കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് വേണമായിരുന്നു ഒരു ഫീൽ. അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ചില ഡ്രസ്സുകൾ.
പക്ഷെ ഇതിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. 800 സംതിങ് ഒക്കെ ഈ ഒരു ടോപ്പ് പാൻറ് ഷോൾ 3 കിട്ടുന്നത് കൊണ്ട് ലാഭമാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ മുന്തിരി കളർ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇതേപോലത്തെ വരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ കുഞ്ഞ് മിററല്ലല്ലോ, മറ്റേ കല്ലിൻ്റെ ആ ചില്ലല്ല കേട്ടോ, അല്ലാത്തൊരു ഡിസൈൻ വരില്ലേ, ആ ഒരു ഗ്ലൈസിങ് കിട്ടാനായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ ടോപ്പിൽ ഫുൾ ഇതേപോലെ കുത്തായിട്ട് ആ ഡിസൈൻ അങ്ങോട്ട് പോകുന്നുണ്ട്. 3/4 സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് നല്ല പിങ്ക് കളറ് നിങ്ങൾക്ക് മേടിക്കാൻ, ഈ കളർ ഇഷ്ടമുള്ളവരൊക്കെയാണ്. അപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളാണെങ്കിൽ നമുക്ക് നല്ല ഉജാല ആ ഒരു ബ്ലൂ കളറ്, അതേപോലത്തെ നല്ല ഒരു പിങ്ക് കളർ, നല്ല റോസ് കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചും കൂടെ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതിങ്ങനെ കാണാനൊക്കെ രസമുണ്ട്. എന്നാലും നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര കളർ തോന്നുന്നില്ല കേട്ടോ നേരിൽ കാണുമ്പോൾ. അപ്പം ഇതാണ് ഏകദേശമൊക്കെ സെയിമാണ്, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. എന്നാലും എന്തോ എനിക്ക് നമുക്കൊരു ഇഷ്ടങ്ങളാണല്ലോ, ഇത് അത്ര വലിയ പിടിച്ചാത്തത് കൊണ്ട് ഞാൻ റിട്ടേൺ അടിക്കാൻ തീരുമാനിച്ചു. അപ്പം അതാണ് പാൻറ് വരുന്നത്. സിമ്പിളായിട്ടുള്ള അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ലൂസ് വരുന്ന പാൻറ്, സെയിം കളറ് പാൻറ് വരുന്നുണ്ട്. ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത്. സിമ്പിൾ പാൻറ്. നമ്മൾ ഷോളിൽ മാത്രം ഇതേപോലെ ഈ ഒരു ഗോൾഡൻ ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോളിൽ ഇങ്ങനത്തെ ഡോട്ട് ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുഴഞ്ഞ് ഇടാൻ നല്ല സുഖമുള്ള ഷോളൊക്കെ തന്നെയാണ്. കണ്ടോ, കുഞ്ഞൊരു ഷോളാണ് വരുന്നത്. കൊള്ളാം, അതൊക്കെ കൊള്ളാം. പക്ഷെ ആ ഒരു കളറിന് മാത്രമേ പ്രശ്നം വന്നതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയതാണ്. ഇപ്പം തന്നെ 1 2 3 4 കാണിച്ചില്ലേ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു ചുരിദാറാണ്. ഇത് നല്ല ഒരു വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും വരുന്ന, നമ്മൾ സാധാ നോർമലല്ല, ഈ ഒരു അനാർക്കലി കട്ടെന്നൊക്കെയാണ് പറയുക, അങ്ങനത്തെ ഒരു ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഞൊറി വെച്ചടിക്കില്ലേ, അതേപോലെ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് സൈഡ് വശം ഓപ്പൺ വരുന്നുണ്ട്. ഇതേപോലെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. ഇത് വന്നിട്ട് അമേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റും 800 സംതിങ് അങ്ങനെ എന്താണ് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൽ ഈ ഒരു യോക്ക് പോർഷൻ ഉണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ചെറിയ മിറർ വർക്കൊക്കെ ആയിട്ട്, അതുപോലെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ഗോൾഡൻ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ പോണ സംഭവം അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട്, ടോപ്പിൻ്റെ അടിയിലായിട്ടും ഇതേ ആ ഒരു വർക്ക് കംപ്ലീറ്റ് പോകുന്നുണ്ട് ഫ്രണ്ടിൽ. പിന്നെ അതേപോലെ കയ്യിലായിട്ടും, കയ്യിൻ്റെ താഴെയായിട്ടും ഈ ഒരു ഡിസൈൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കാണാനായിട്ട് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നല്ല കോട്ടൻ്റെ ഇടാനായിട്ടും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സാണ്. സിമ്പിളായിട്ടുള്ള നോർമൽ ചുരിദാറല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള, നമ്മൾ പണ്ടൊക്കെ പള്ളക്കട്ടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ വരുന്നതാണ്. പക്ഷെ ഓപ്പൺ വരുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. ഈ ഒരു കാണുമ്പം അങ്ങനെ തോന്നില്ല. ഞാനും ഇത് അങ്ങനെ വിചാരിച്ചു. പക്ഷെ സൈഡിൽ ഇതേപോലെ ഓപ്പൺ ആണ് വരുന്നത്. നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. ഈ ഒരു റേറ്റിനും സാധനം കാണാനൊക്കെ ഉണ്ട്. അതിൻ്റെ പാൻറ് ഈ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള പാൻറ്, ഫുൾ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പാൻറ് പാൻറ്റിൻ്റെ അടിയിലായിട്ടും ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇലാസ്റ്റിക് വരുന്ന പാൻറ്റാണ്. പാൻറ്റൊന്നും ചെയ്യാനൊന്നുമില്ല കാര്യമായിട്ട്. അപ്പം അതാണ് അടുത്തത്. പിന്നെ അടുത്ത് വന്നിട്ട് അടുത്തല്ല, അതിൻ്റെ ഷോൾ ഇതേപോലെ ഡാർക്ക് ഗ്രീനിൽ അതേപോലെ വൈറ്റ് ലേസ് കൊടുത്തിട്ടുള്ള ഒരു ഷോളാണ്. ഇടാനൊക്കെ ഭയങ്കര സുഖമായിട്ടുള്ള ഷോളാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ, ചുരിദാറും അതേപോലെ തന്നെ കുർത്തയാണ്. അപ്പം എനിക്കത് ചേരുന്നത് പറയും കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.